നരേന്ദ്രമോദിയോട് ഒരു ചോദ്യമേ ഉള്ളൂ, നല്ലോണം കലക്കി ഒന്നുകൂടി എടുക്കട്ടെ എന്ന്. ഒരു മണിക്കൂറുടെ കഴിയുമ്പോൾ സാറിന് തരാം. താമരയ്ക്ക് പകരം അരളിപ്പൂവ് തിരിഞ്ഞു പോകുന്ന BJP പ്രവർത്തകരുടെ അവസ്ഥയിൽ നമുക്ക് സഹതാപമുണ്ടെങ്കിലും ഈ ഘട്ടത്തിൽ നിങ്ങൾ അത് ചെയ്യരുത്. നിങ്ങൾ പ്രതിപക്ഷമായി ഇന്ത്യയിൽ ഉണ്ടാവണം. നിങ്ങളെ നമുക്ക് വേണം. വീണ്ടും എടുക്കും. ശ്രദ്ധിക്കണം. ഒരു മണിക്കൂറിന് ശേഷം വിധി എന്തു തന്നെയായാലും ഇന്ത്യ മുന്നണിയെ എഴുതി തള്ളിയവർക്ക്, ഇന്ത്യ മുന്നണി ഒരു ശക്തിയെ അല്ല എന്ന് പറഞ്ഞവർക്ക്, രാഹുൽ ഗാന്ധി ഒരു ശക്തിയല്ല എന്ന് പറഞ്ഞവർക്കുള്ള കൃത്യമായ മറുപടിയാണ്. ഇന്ത്യ മുന്നണി നിലം തൊടില്ലെന്ന് പറഞ്ഞ് മിലിയാന്ന് എക്സിറ്റ് പോൾ ഇട്ട ടെലിവിഷൻ ചാനലുകളെ ഡിജിറ്റുകൾ നോക്കൂ. ആ എക്സിറ്റ് പോൾ കണ്ട് മലക്കം മറിഞ്ഞവർക്കുള്ള ആദ്യത്തെ വെല്ലുവിളിയാണ് ഈ സൂചന. അങ്ങനെയൊന്നും ഇന്ത്യ എഴുതിത്തള്ളാൻ കഴിയില്ല. ഇന്ത്യയിൽ പ്രതിപക്ഷം പോരാടിയിട്ടുണ്ട്, ഇന്ത്യയിൽ ജനാധിപത്യം പോരാടിയിട്ടുണ്ട്, ഇന്ത്യയിൽ മതേതരത്വം പോരാടിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഇന്ത്യ മുന്നണിയുടെ ഈ പോരാട്ടം ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന പോരാട്ടം. ഇത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഇന്ത്യയുടെ ചരിത്ര പ്രധാനമായ വിധി. രാജസ്ഥാനിലെ ഫലസൂചനകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. രാജസ്ഥാനിൽ ഇതുവരെ വന്ന റിസൾട്ടില് വളരെ മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളതാണ്. ആറ്റിങ്ങലിൽ സുരേഷ് ഗോപി വീണ്ടും ലീഡ് ഉയർത്തിയാണ്. 5081. ഇടതുപക്ഷം ചിന്തിക്കേണ്ട കാര്യം, ഇടതു കേന്ദ്രങ്ങളിലേക്ക് സുരേഷ് ഗോപി കടന്നു ചെന്നിരിക്കുന്നു എന്നുള്ളതാണ്. 5081 ലീഡ് ഉയർത്തുകയാണ് സുരേഷ് ഗോപി.